ഹായ് ഫ്രണ്ട്സ്, ജോലി കഴിഞ്ഞ് വന്ന നേരത്തെ വീഡിയോ ആണ്. ചോറിന് കറിയൊന്നും ഉണ്ടായിരുന്നില്ല, ചോറുണ്ടായിരുന്നു, കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടുപേരും ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വിജയശേട്ടനും മണിക്കുട്ടനും കൂടി പോയിട്ട് മാഗി വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ രണ്ടുപേർക്കും മാഗിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവരങ്ങനെ അത് കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ വേഗം തിണ്ടും കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കുകയാണ്. അപ്പോൾ മാഗിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തന്നെ വാവച്ച് ഞാൻ മേലെഴുകാൻ പോയപ്പോഴേക്കും ഇവിടെയൊക്കെ നന്നായിട്ട് സോപ്പൊക്കെ ഇട്ടിട്ട് സ്റ്റൗവൊക്കെ കഴുകി നന്നായി തുടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മാഗി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുറേശ്ശെ അതിൻ്റെ വെള്ളമൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നന്നായി തുടച്ചെടുത്തു. അപ്പോൾ വിജയശേട്ടൻ പറഞ്ഞു ഒരു ഗ്ലാസ് ചായ വെച്ച് തരാൻ. അപ്പോൾ ഏതാണ്ട് ഒരു 7 മണി 7:15 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ചായ വെക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ കറിക്ക് ഞാൻ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പട്ടത്തി മാന്തൽ. അത് നന്നാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, പക്ഷേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ മാഗി കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം വാവിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി തരാം, അമ്മ അടിച്ചു വാരലൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പാത്രങ്ങൾ കാലത്ത് കഴുകിയത് കൊട്ടയിലിരിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വേഗം മാറ്റി വെക്കുകയാണ്. അപ്പോൾ അവളാകുമ്പോഴേ അത് നനവില്ലാത്തതൊന്നും മാറ്റി വെക്കാണ്ട് പിന്നെ അതിൽ തന്നെ കഴുകി വെക്കും. അപ്പോൾ ഞാൻ ഉണങ്ങിയിട്ടുള്ള പാത്രങ്ങളും കയ്യിലുകളും സ്പൂണുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി വെച്ചു. അപ്പം അങ്ങനെ അതൊക്കെ മാറ്റി വെക്കുമ്പോഴേക്കും ചായയൊക്കെ തിളച്ച് വന്നു. അപ്പോൾ വെറുതെ കട്ടൻ ചായയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഓരോ ഗ്ലാസ് കട്ടൻ ചായ ചൂട്ടോടക്കനെ കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വേഗം ഞാൻ അവർക്ക് 3 പേർക്ക് ഓരോ ഗ്ലാസ് ചായ കൊടുത്തിട്ട് പിന്നെ ഞാനും കുറച്ച് ചായയൊക്കെ എടുത്തിട്ട് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻ വേഗം ഞാൻ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം അതിൻ്റെ തലയുടെ അവിടെയൊക്കെ ചെറുതായിട്ട് കണ്ണിൻ്റെ അതൊക്കെ ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നി. അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മീൻ കഷ്ണങ്ങളാക്കാം. ഞാൻ അയിലയാണ് ചോദിച്ചത്. അപ്പോൾ അയില ഉണ്ടായിരുന്നില്ല, അയിലയ്ക്ക് ഭയങ്കര വിലയാന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ ചെറിയ 2 അയില കുട്ടികളുണ്ടായിരുന്നു, അത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മീൻ എനിക്ക് അത്ഭുതമായി. ഇത് കണ്ടപ്പോൾ ചട്ടിയിലിട്ടപ്പോൾ വാങ്ങുമ്പോഴൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ മീൻ ഇത് വാങ്ങിച്ചു മാന്തൽ, പക്ഷേ എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. കുറേ മീനുണ്ടായിരുന്നു. ഞാനപ്പോൾ വിജയശേട്ടനോട് പറഞ്ഞു ഇത് എത്ര രൂപയ്ക്കാന്ന് ചോദിക്കായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു 100 രൂപയ്ക്കാന്ന്. പക്ഷേ നന്നായിട്ട് മീനുണ്ടായിരുന്നു. എപ്പോഴും നല്ല വിലയായിട്ടാണ് ഞാൻ കാണാറ് ഇങ്ങനത്തെ മീൻ, പക്ഷെ അത്ര വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. 100 രൂപയ്ക്ക് ഏതാണ്ട് ഒരു 5-8 വലിയ മാന്തളുണ്ടായിരുന്നു, പട്ടത്തി മാന്തൽ എന്നാണ് ഇതിന് പറയുക. അപ്പം അങ്ങനെ 2 അയിലക്കുട്ടി ഉണ്ടായിരുന്നു. അതൊക്കെ നേരിയാക്കിയതിന് ശേഷം ഞാൻ അതൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അത് നമുക്ക് വറക്കും ചെയ്യാം, കറി വെക്കും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ മാന്തളാണ് കറി വെച്ചതെന്ന് പറഞ്ഞപ്പോൾ അമ്മ വിളിച്ചപ്പോൾ അമ്മോട് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ ചോദിക്കായിരുന്നു ഈ മാന്തൽ അമ്മ വെക്കുമോ. വീട്ടിലൊന്നും വെക്കാറില്ല, അവർ വറക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഞാനിത് നാളികേരമൊന്നും അരച്ചില്ല, വെറുതെ പൊടിയിട്ടിട്ട് വെറുതെ ഒരു മീൻകറി പോലെ വെച്ചു. എന്നിട്ട് ഞാൻ വെക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാൻ കട്ട് ചെയ്യണം. അപ്പോൾ നല്ല ഭാഗം എടുത്തിട്ട് വറക്കാം, ബാക്കി തലയും വാലിൻ്റെ ഭാഗവും എടുത്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വെറുതെ നാളികേരം നരയ്ക്കാണ്ട് ഒരു മുളകും ചാറാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാലത്ത് എനിക്ക് വല്ല ഉപ്പേരിയും വെച്ചാൽ മതി. അപ്പോൾ ഈ കറി ഉണ്ടെങ്കിൽ വറുത്തതും ഉണ്ടെങ്കിൽ വിജയശേട്ടന് ചോറ് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ സുഖമാണല്ലോ. അപ്പോൾ ഞാൻ എല്ലാ മീനും ഇതിങ്ങനെ നുറുക്കുമ്പോഴാണ് ഞാൻ കണ്ടത് ഇത്രയും മീനൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ അത്ഭുതമായിട്ട്. എപ്പോഴും നല്ല വിലയാണ് തോന്നാറ്. അപ്പോൾ അവർ ഇതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു മീനിൻ്റെ ഒരു ഭാഗത്ത് പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്കിഷ്ടമല്ല അങ്ങനെ പൊളിക്കാണ്ട്. അപ്പോൾ ഞാനതൊക്കെ പൊളിച്ചെടുത്തൊക്കെ നന്നാക്കി. അവർ നന്നാക്കി തന്നാലും പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പം അങ്ങനെ അതൊക്കെ നന്നാക്കി ഒക്കെ ഞാൻ കുറച്ച് വറക്കാനായിട്ട് നല്ല കഷ്ണങ്ങൾ മാറ്റി വെച്ചു. ബാക്കിയുള്ള കഷ്ണങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കറി വയ്ക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വറക്കാനുള്ളത് മാറ്റി വെച്ചിട്ട് അതിൽ എന്താ പറയുക മസാലകളൊക്കെ പുരട്ടിയിട്ട് കുറച്ച് ഇപ്പം 3 പീസേ വറക്കണ്ടുള്ളൂ, ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ വറക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വേഗം ഞാൻ വറക്കാനുള്ളത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്പിയെടുത്തു. എന്നിട്ട് ഞാൻ കോൽപ്പുളി പിഴിഞ്ഞ് വെച്ചിട്ടാണ് വെക്കണത്, കുടപ്പുളിയൊന്നും ഇടുന്നില്ല. അപ്പോൾ നന്നായിട്ട് തിരുമ്പി കൂട്ടിയിട്ട് ഞാൻ വേഗം അത് അടുപ്പത്ത് വെച്ചു. അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അകൊക്കെ അടിച്ചു വാരാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത്. കാലത്ത് എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരും, വിളക്ക് വെക്കണ്ടേ. പക്ഷേ വിശദമായിട്ട് അടിക്കുക ഞാൻ വൈകുന്നേരം വന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ വിശദമായിട്ടൊക്കെ ഒതുക്കി വെക്കലൊക്കെ പിന്നെ വാവച്ച് ചെയ്യും. ആളിപ്പോൾ എല്ലാ പണികളും വീട്ടിൽ ചെയ്യും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു നേരം ഇല്ലെങ്കിലും വാവച്ച് അത് ചെയ്തോളൂ ഇത് ചെയ്തോളൂ എന്ന് വിളിച്ച് പറഞ്ഞ ആളതൊക്കെ ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള മീൻ വറക്കാനുള്ള മീനിൽ ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്പി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് തിരുമ്പിയിട്ട് അതിന് ഞാൻ കുറച്ച് കഷ്ണം 3 കഷ്ണം മാത്രമേ ഇപ്പോൾ വറക്കണുള്ളൂ. പിന്നെ 2 ചെറിയ അയിലയും ബാക്കിയുള്ളതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കുകയാണ്, കാലത്തെടുത്തിട്ട് വറക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ അതൊക്കെ തുടച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് അടിച്ചു വാരലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ കാലത്തത്തെ ചോറ് ഞാൻ പിന്നെ വൈകുന്നേരം ഞാൻ നല്ല അരിയുടെ ചോറായ കാരണം പിന്നെ ഞാനത് ചൂടാക്കൊന്നുമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കാലത്തെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചോറ് തെർമൽ കുക്കറിൽ അങ്ങനെ ഇറക്കി വെക്കുമ്പോൾ ചെറിയ ചൂടുണ്ടാവും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം പിന്നെ ഞാൻ വേഗം ആ കലമൊക്കെ കഴുകിയെടുത്തതിന് ശേഷം പിന്നെ നാളേക്കുള്ള അരി തിളപ്പിക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ വേഗം തിരക്ക് പിടിച്ചിട്ടാണ് ചെയ്യണത്. എന്താണെന്ന് വെച്ചാൽ പൂരത്തിൻ്റെ വീഡിയോ
നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2 ദിവസം ശരിക്കും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഞാൻ പറയായിരുന്നു വേഗം പണികൾ കഴിഞ്ഞിട്ട് വേഗം കിടന്നുറങ്ങണമെന്ന്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വാവച്ചി പിന്നെ മാഗി കഴിച്ച കാരണം ആൾക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞു. മണിക്കുട്ടൻ ഈ മാഗി എന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല, നമ്മളെപ്പോഴും വാങ്ങണ പോലത്തെ അല്ല. അപ്പോൾ അരിയൊക്കെ കഴുകി ഒരു അടുപ്പത്തിട്ടു. അപ്പോഴേക്കും മീൻകറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ വിജയശേട്ടൻ ബീൻസ് വാങ്ങിച്ചിട്ടുണ്ട് നാളെ ഉപ്പേരിക്കുള്ളത്, അതൊക്കെ ആൾ അരിഞ്ഞ് തന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് അരിഞ്ഞ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീനൊന്നും ഞാൻ ചുറ്റിച്ചെടുത്തതിന് ശേഷം ഞാൻ വെറുതെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഞാൻ കരിവേപ്പിലയാണ് ഇടുക. അപ്പോൾ അങ്ങനെ മീൻ വറക്കാനും വെച്ചു. അപ്പോൾ നോക്കിയപ്പോഴേ കരിവേപ്പില ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയൊരു തൈയുണ്ട്. അപ്പോൾ രാത്രി ഞാനത് പൊട്ടിക്കാൻ പോകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ അത് പോയി പൊട്ടിച്ചിട്ട് വന്നു. അപ്പോൾ ഇത്തിരി പേടി തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. നമ്മുടെ അവിടെ അത്ര അധികം വീടുകളൊന്നുമില്ല. തൊട്ടടുത്ത് ഒരു വീടുണ്ട്, പിന്നെ ഇത്തിരിയൊക്കെ നീങ്ങിയിട്ടുണ്ട് വീടുകൾ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ചോറൊക്കെ കൊടുത്തു. എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണാൻ നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ.